ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട്. UDF സർക്കാരിന്റെ സുപ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായ ഈ പദ്ധതി വരാനിരിക്കുന്ന ജൂൺ 15 മുതൽ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരും. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും ഈ സൗജന്യ യാത്ര ലഭ്യമാകുക. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും നടത്തിയ ഉന്നതതല ചർച്ചയിൽ അത്യന്തം ശ്രദ്ധേയമായ ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ആദ്യ 100 ദിവസങ്ങൾ തികച്ചും പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പിലാക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. KSRTC നിയോഗിച്ച വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലെ ഗൗരവകരമായ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഫാസ്റ്റ് പാസഞ്ചർ പോലുള്ള ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിലും ദീർഘദൂര സർവീസുകളിലും പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ സൗജന്യ യാത്ര അനുവദിച്ചാൽ അത് വലിയ പ്രവർത്തനപരമായ പ്രതിസന്ധികൾക്കും അമിതമായ വരുമാന നഷ്ടത്തിനും കാരണമാകുമെന്ന് സമിതി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ സീറ്റ് റിസർവേഷൻ സൗകര്യമുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര ഏർപ്പെടുത്തുമ്പോൾ സാങ്കേതികമായ പല തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ ഈ 100 ദിവസത്തെ പരീക്ഷണ കാലയളവിൽ യാത്രക്കാരുടെ യാത്രാ രീതികളും ബസ്സുകളുടെ പ്രവർത്തനവും സൂക്ഷ്മമായി പഠിച്ച ശേഷം ലഭിക്കുന്ന ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ടത്തിൽ പദ്ധതി മറ്റ് ബസ്സുകളിലേക്കും ഘട്ടം ഘട്ടമായി വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വലിയ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ച് സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് ചിന്തിക്കുന്നത്. ലഭ്യമായ കണക്കുകൾ പ്രകാരം പദ്ധതി നടപ്പിലാക്കുമ്പോൾ KSRTCക്ക് പ്രതിമാസം ഏകദേശം 57 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന KSRTCയെ സംബന്ധിച്ചിടത്തോളം ഈ അധിക ചെലവ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അടുത്തിടെ നിയമസഭയിൽ നിർമ്മിക്കപ്പെട്ട ധവളപത്രത്തിൽ പോലും സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയിലെ പരിമിതികൾ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഈ അധിക സാമ്പത്തിക ബാധ്യത സംസ്ഥാന ഖജനാവിന് വലിയ ഭാരമാകും. ഇക്കാരണത്താൽ തന്നെ പദ്ധതി മൂലമുണ്ടാകുന്ന വരുമാന നഷ്ടം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ തുക കണ്ടെത്തുന്നതിനും സാമ്പത്തിക ക്രമീകരണങ്ങൾ നടത്തുന്നതിനും സുസ്ഥിരമായ മാർഗങ്ങൾ തേടേണ്ടതുണ്ട്. സൗജന്യ യാത്ര കാരണം KSRTCക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം നികത്തുന്നതിനും ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിനും പ്രായോഗിക മാർഗങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ധനകാര്യ സെക്രട്ടറിയെ സർക്കാർ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ വെല്ലുവിളികളെ മറികടക്കാനുള്ള ഗൗരവകരമായ നീക്കത്തിന്റെ ഭാഗമാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും ഉയർന്നുവരുന്ന വലിയ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ച് സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് ചിന്തിച്ചു വരുന്നത്. ലഭ്യമായ കണക്കുകൾ പ്രകാരം ഈ പദ്ധതി പൂർണ്ണ തോതിൽ നടപ്പിലാക്കി കഴിയുമ്പോൾ KSRTCക്ക് പ്രതിമാസം ഏകദേശം 57 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത വരുമെന്നാണ് കണക്കാക്കുന്നത്. നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു അധിക ചെലവ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് ഒരു പ്രധാന വെല്ലുവിളിയായി തുടരുകയാണ്. അടുത്തിടെ നിയമസഭയിൽ സമർപ്പിക്കപ്പെട്ട ധവളപത്രത്തിൽ പോലും സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയിലെ പരിമിതികളും വെല്ലുവിളികളും അക്കമിട്ട് നിരത്തിയ സാഹചര്യത്തിൽ സൗജന്യ യാത്ര മൂലമുണ്ടാകുന്ന ഈ അധിക ബാധ്യത സംസ്ഥാന ഖജനാവിന് വലിയ ഭാരമായി മാറാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ പദ്ധതി മൂലമുണ്ടാകുന്ന വരുമാന നഷ്ടം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഈ തുക കണ്ടെത്തുന്നതിനും സാമ്പത്തിക ക്രമീകരണങ്ങൾ സുസ്ഥിരമായി നടത്തുന്നതിനും വ്യക്തമായ മാർഗരേഖ അനിവാര്യമാണ്. ഈ പശ്ചാത്തലത്തിൽ സൗജന്യ കാരണം KSRTCക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എപ്രകാരം നികത്താമെന്നും അതിനായി ഫണ്ട് കണ്ടെത്തുന്നതിനായുള്ള പ്രായോഗികമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ധനകാര്യ സെക്രട്ടറിയെ സർക്കാർ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ സാമ്പത്തിക വെല്ലുവിളിയെ മറികടക്കാനുള്ള സർക്കാരിന്റെ ഗൗരവകരമായ നീക്കത്തിന്റെ ഭാഗമായാണ്. മുഖ്യമന്ത്രി VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ കേരളം എന്ന ആശയത്തിന്റെ ഭാഗമായാണ് ഇത്തരം ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കൊപ്പം പൊതുഗതാഗത മേഖലയിലെ ഇത്തരം ഇടപെടലുകൾ സാധാരണക്കാരായ സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാകും. തൊഴിൽ സ്ഥലങ്ങളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. കേരളത്തിലെ സ്ത്രീകളുടെ യാത്ര കൂടുതൽ സുഗമവും ചെലവ് കുറഞ്ഞതുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവരുന്ന ഈ പദ്ധതി ഭാവിയിൽ പൊതുഗതാഗത സംവിധാനത്തിലെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും KSRTCയുടെ വരുമാനത്തിൽ വർധനവുണ്ടാക്കാനും സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. നിലവിൽ KSRTCയിൽ പ്രതിദിനം 20 മുതൽ 25 ലക്ഷം വരെ യാത്രക്കാരാണുള്ളത്. സൗജന്യ യാത്ര ആരംഭിക്കുന്നതോടെ ഈ കണക്കിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. സർക്കാരിന്റെ ഈ നീക്കത്തെ ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. എന്നാൽ പൊതുഗതാഗത സംവിധാനത്തിന്റെ സാമ്പത്തിക
മാനസികാരോഗ്യം തകരാതെ ഈ പദ്ധതി എങ്ങനെ ദീർഘകാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ധനകാര്യ സെക്രട്ടറിയുടെ റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ പദ്ധതിയുടെ തുടർ നടപടികളെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന് കരുതാം.